ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജന സർവീസായിട്ട് പറഞ്ഞതാണ്. ജന സർവീസ് അതേപോലെ റണ്ണിങ്ങിലിടയ്ക്ക് ഓഫായി പോണ കംപ്ലയിൻറ്റ്, ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട്, അതൊക്കെ മെയിനായിട്ട് പറഞ്ഞാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ, പക്ഷേ അത് ഏകദേശം നമുക്കതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ക്യാമൊക്കെ തിരിച്ചിട്ടിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായാലും മതി, അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ് കിടക്കുന്നത്, കമ്പനി സ്പോക്കറ്റല്ല, ഒറിജിനൽ സ്പോക്കറ്റല്ല, റോളൻ്റെ സ്പോക്കറ്റാണ് കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ചെയിനാണ്. ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നൊരവസ്ഥയാണ് കേട്ടോ. ഒട്ടും ഗ്രിപ്പില്ല, സെൻറ്ററിൽ വെറും ഫ്ലാറ്റായിട്ട് കിടക്കുക. അപ്പോൾ ടയർ മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ പരമാവധി ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടി സ്ലിപ്പിങ് സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിടണം. എയർ ഫിൽറ്റർ മാറ്റണം, ഈ പ്ലഗ് മാറ്റണം. പ്ലഗ് കാര്യമായിട്ടുള്ള പഴക്കം വന്നിട്ടല്ല, ശരിക്കും ഹെഡിനകത്ത് കാർബൺ കരി കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റിയിടേണ്ടി വരിക. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ് മാറ്റാം. കാർബറേറ്ററും കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്ററിൻ്റെ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണ് വണ്ടി ഇടയ്ക്ക് ഓഫായി പോകണതിൻ്റെ ഒരു റീസൺ. അപ്പോൾ അതുകൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വന്നതല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞതിന് ശേഷം അഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കാർബറേറ്റർ ഇപ്പോൾ അഴിക്കാത്തത്. ഇപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയാലും നമ്മളത് അഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറണം, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണോ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഉള്ളിൽ നിന്നാണോ, അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കോൺസെപ്റ്റ് അടിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെമായി ബന്ധപ്പെട്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരുവിധം നല്ല ഒരു സ്റ്റെപ്പിലേക്കൊക്കെ ഒരു ഇച്ചിരി കൂടുതൽ ഗട്ടറൊക്കെ ഇട്ട് അതിനകത്തേക്ക് ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അത് തരക്കേടില്ലാത്തൊരു അടി പോലത്തെ സൗണ്ടാണ്. അത് ഫോർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്തിടാം. അതിൻ്റെ ഉള്ളിലത്തെ ബുഷിനൊക്കെ ചെറിയ ലൂസ് പോലെ വരുമ്പോഴാണ് അടി മെയിനായിട്ട് കാണിക്കുക. പിന്നെ ഫോർക്ക് ഓയിലിൻ്റെയും അതിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങിയാലും വരും ആ ഒരു പ്രോബ്ലം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. ആ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് നിലവിൽ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ആ സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ വരാണെങ്കിൽ തന്നെ ഇടയ്ക്ക് വരേണ്ട കേസാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ക്യാം ചെയിൻ ടെൻഷനർ എന്ന് പറയുന്ന യൂണിറ്റും കൊണ്ടാണ് വരാറ് സാധാരണ. പ്രത്യക്ഷത്തിൽ അങ്ങനെ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ അത് മാറ്റിയിടാം, ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നോക്കിയിട്ട് ശരിക്കും ടെൻഷനറൊക്കെ പ്രോബ്ലം വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് സൗണ്ട് വരും. അങ്ങനെ വന്നിട്ട് മാറ്റിയാലും മതി. വെറുതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അഴിച്ച് മാറ്റണമെന്നില്ല. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ ബാറ്ററി ടെസ്റ്റ് കൂടി നമുക്ക് ചെയ്യുന്നുണ്ട്. 2022 മോഡൽ ബാറ്ററിയാണ്. ആമറോൻ്റെ 12 വോൾട്ടും 4 ആമ്പിയർ തന്നെ ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.86 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസിനകത്ത് കാണിക്കും. ഇവിടെ ഡാമേജായ രീതിയിലാണ് കാണിക്കുക. പോയത് സെൽ ഡാമേജ് പോലെയാണ് കാണിക്കുക. പക്ഷേ സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു പ്രോബ്ലം വരാം. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരാം. ചിലപ്പോൾ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാനും കിട്ടിയേക്കാം. അപ്പോൾ അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്നത്തേക്കാണ് അതിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരാമെന്നുള്ള കേസ് മാത്രമേ സംശയമുള്ളൂ. അപ്പോൾ വലിയ സംശയമായിട്ട് എന്തെങ്കിലും വരും. പിന്നെ വണ്ടി ഒന്ന് ഓപ്പണായിട്ടൊന്ന് അഴിച്ച് വാഷ് ചെയ്യുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ സീറ്റിൻ്റെ ഭാഗവും ചെയിൻ കവറിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് കയറ്റാം. മെയിനായിട്ട് ഇത്ര കേസാണ് തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് ടയറടക്കം ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. ബാക്ക് ടയറും ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ, നോക്കിയിട്ടത് പറഞ്ഞാൽ മതി. ബാക്ക് ടയർ, അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ, എൻജിൻ ഓയിൽ, കാർബറേറ്റർ ക്ലീനിങ്, അതിൻ്റെ സ്ലോ ജെറ്റ് അടക്കം വന്ന എമൗണ്ട്, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, പ്ലഗ്, ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് വരാം. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ എന്താണ് സംഭവിച്ചതെന്നുള്ള ദിവസം അഴിച്ച് ചെക്ക് ചെയ്താലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിലവിൽ ഫോർക്ക് ഓയിൽ മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 350 രൂപ 400 രൂപയുടെ ഉള്ളിൽ തീരും. ഇനി വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പുറമേ നിന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ കേസ്.
അപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ആ ഒരു ഫോർക്ക് ഓയിലിൽ ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പെടുത്തിയേക്കാം. എന്നിട്ട് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ള കേസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. ടയർ, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ഷൂ, എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ പ്ലഗ്, കാർബറേറ്റർ ക്ലീനിങ്, സ്ലോജറ്റ്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ഓപ്പൺ, ഫ്രണ്ടിലത്തെ ആ ഫോർക്ക് ഓയിൽ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. ഓയിൽ വിത്ത് ലേബറും അതടക്കമുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.